കേരളത്തിൽ തെങ്ങ്, കവുങ്ങ് കൃഷികൾ പലവിധ പ്രതിസന്ധികൾ നേരിടുമ്പോൾ ഇടവിളയായും അല്ലാതെയും കാപ്പി, ഏലം, കൊക്കോ, നീലക്കൂവ, ഏത്തവാഴ, മറ്റു പച്ചക്കറികൾ കൃഷി ചെയ്ത് അതിൽ പലതും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി ആവശ്യക്കാർക്ക് ഇടനിലക്കാരില്ലാതെ നേരിട്ട് വിപണനം നടത്തി പ്രതിസന്ധികളെ തരണം ചെയ്യുന്ന മാതൃക കൃഷിക്കാരനാണ് ഹാപ്പി ഡേ ഫുഡ് പ്രൊഡക്ട്സ് ഉടമ കൂടിയായ വയനാട് പനമരം കൂളിവയലിലെ മടത്തിക്കുന്നേൽ വർഗീസ്. ഉൽപ്പന്നങ്ങൾ ഫാമിൽ നിന്ന് നേരിട്ട് വാങ്ങുന്നതിലൂടെ ഫാം ടൂറിസത്തിൻ്റെ സാധ്യതകളും തേടുകയാണ് ഇദ്ദേഹം. 2 വർഷം മുമ്പ് തുടങ്ങിയ പാഷൻ ഫ്രൂട്ട് കൃഷിയെക്കുറിച്ചും അതിൻ്റെ വിപണന സാധ്യതകളെക്കുറിച്ചുമാണ് ഇന്ന് അദ്ദേഹം ഒരു യാത്രയിൽ എന്ന യൂട്യൂബ് ചാനലിലൂടെ പങ്കുവെക്കുന്നത്. കേരളത്തിൽ എവിടെയും ചെയ്യാവുന്ന പാഷൻ ഫ്രൂട്ട് കൃഷി, വിത്തിനങ്ങൾ, സാധ്യതകളെക്കുറിച്ച് നേരിട്ട് മനസ്സിലാക്കാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ നേരിട്ട് ബന്ധപ്പെടുക. ചാനൽ സബ്സ്ക്രൈബ്, ലൈക്ക്, അതുപോലെ നിർദ്ദേശങ്ങൾ കമൻ്റായി ചെയ്യാൻ മറക്കരുത്. വയനാട് ജില്ലയിൽ മാനന്തവാടിക്കടുത്ത് കൂളിവയൽ എന്ന സ്ഥലത്താണ് ഞാൻ കൃഷി ആരംഭിച്ചിട്ടുള്ളത്. ഒരു ഇടവേള കൃഷി എന്ന നിലയ്ക്കാണ് ഇത് തുടങ്ങിയത്. മറ്റ് കൃഷികളൊക്കെ പരാജയമായപ്പോൾ സമയത്ത് തുടങ്ങിയതാണ്. ഏതാണ്ട് 2 വർഷമാവാനായി. മറ്റ് കൃഷികളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒരുമാതിരി ലാഭമുള്ള കൃഷിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇത് കാവേരി ഇനത്തിൽപ്പെട്ട ഒരു പാഷൻ ഫ്രൂട്ടാണ് കൃഷി ചെയ്തേക്കുന്നത്. അത് തന്നെ മഞ്ഞ നിറത്തിലുള്ളതും പർപ്പിൾ നിറത്തിലുള്ളതുമുണ്ട്. പർപ്പിൾ നിറത്തിലുള്ളതിന് മധുരം കൂടുതലുണ്ട്, മഞ്ഞ നിറത്തിലുള്ളതിന് പുളി രസം കൂടുതലാണ്. പിന്നെ ഇതിൽ ജാം, ജ്യൂസ് ഇങ്ങനെയെല്ലാം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ആളുകൾ മഞ്ഞ നിറത്തിലുള്ളതാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. കാരണം അതിനകത്ത് പൾപ്പ് കൂടുതലുണ്ട്. മറ്റേ മധുരമുള്ള പർപ്പിൾ ഇനത്തിന് പൾപ്പ് വളരെ കുറവാണ്. രുചിയുള്ള അല്ലെങ്കിൽ നല്ല കഴിക്കാൻ നല്ല രസമുള്ള ഒരു ഫ്രൂട്ടാണ്. രോഗപ്രതിരോധ ശേഷി ഇത്
വർദ്ധിപ്പിക്കും. അതുകൂടാതെ മനുഷ്യന് ശരീരത്തിന് ആവശ്യമുള്ള എല്ലാ പോഷകാംശങ്ങളും അടങ്ങിയിട്ടുണ്ട്. ബ്ലഡിലെ കൗണ്ട് കുറവുള്ള ആളുകൾക്ക് കൗണ്ട് കൂട്ടാൻ വേണ്ടി ഇത് അടുത്ത കാലത്താണ് അത് കൊള്ളാമെന്ന് മനസ്സിലായത്. അതുകൊണ്ട് അതിൽ നിന്നാണ് ഈ കൃഷി കൂടുതലായിട്ട് വ്യാപിക്കാൻ തുടങ്ങിയത്. അപ്പോൾ അതുപോലെ തന്നെ പ്രമേഹ രോഗികൾക്കും ഇത് ഫ്രൂട്ട് നന്നായിട്ട് കഴിക്കാൻ പറ്റും. പിന്നെ ഉദര സംബന്ധമായ രോഗമുള്ള ആളുകൾക്കും ഈ പാഷൻ ഫ്രൂട്ട് നല്ലതാണ്. ഇതിൽ നിന്ന് ജാം, ജ്യൂസ്, സ്ക്വാഷ് ഇങ്ങനെയുള്ളവ ഉണ്ടാക്കി ഉപയോഗിക്കുന്നുണ്ട്. കൂടാതെ അച്ചാറുകൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. ഇത് ഉണക്കി ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ പലതരത്തിൽ ഇതിന് ഉപയോഗമുണ്ട് ഇപ്പോൾ. പിന്നെ കൂടാതെ ഇതിൻ്റെ ഒരിക്കലും ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആളുകൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കും. കുട്ടികൾക്ക് ഇത് ധാരാളമായിട്ട് കൊടുക്കുന്നത് നല്ലതാണ്. അവരുടെ വളർച്ചയ്ക്ക് ആവശ്യമായ എല്ലാ പോഷക മൂല്യങ്ങളും ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്.